മുറുക്കാൻ വാങ്ങിക്കോളി. നമ്മളൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോട്ടോ. പഴയന്നൂര് എത്ര ഉണ്ട്? എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയോ? ഇതെന്താ ലോട്ടറിയോ? എത്ര ഒന്നിനോ? നിങ്ങൾക്ക് അമ്മയ്ക്ക് ലോട്ടറി വിൽക്കലാണ്. അപ്പൊ എന്താ വീട്ടിലാരും ഇല്ലേ? ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട്? ഏട്ടാ അമ്മ ഈ പണിക്ക് ഇറങ്ങിയേ? ചെക്കന്മാരെന്താ മറ്റേ മക്കളെന്താ ചെയ്യുന്നത്? പണിക്ക് പോവാണോ അതോ എന്തായാലും? എന്ത് പണിക്ക്? എന്നിട്ട് അമ്മ ഈ പണിക്ക് ഇറങ്ങിയേ? ഇതിപ്പോ വിറ്റാലാണ് എന്തിപ്പോ വീട്ടിക്ക് പോവുള്ളൂ? ഓ എത്ര ഉണ്ട് ഇതില്? 2 ബുക്ക്. ഡെയിലി ഇങ്ങനെ വൈകുന്നേരത്ത് ഇറങ്ങുമോ? അപ്പൊ അതിങ്ങനെ വിറ്റിട്ട് എത്ര മണി കഴിഞ്ഞിട്ടാ വീട്ടിക്ക് പോവുക? അപ്പോ രാത്രി 8 മണിക്ക് വീട്ടിക്ക് പോവുള്ളൂ? അതുവരെ ഇത് വിറ്റ് നടക്കും? ഇതിപ്പോ ഫുള്ള് വിറ്റ് കഴിഞ്ഞാൽ അപ്പൊ അമ്മക്ക് ഇപ്പൊ തന്നെ വീട്ടിക്ക് പോകാൻ പറ്റുമോ? ഇത് എത്ര ഉണ്ട് ഇതില്? എന്നെ നോക്കട്ടെ എന്നാ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 ലോട്ടറി ഉണ്ട്. ഇത് എപ്പോഴാണ് എടുക്കുക? അപ്പൊ 45 ലോട്ടറി ഉണ്ട്. ഒന്നിന് 40 റുപ്യ വെച്ച് കൂട്ടുമ്പോ 1800 റുപ്യ വരുന്നേ. 1800 അല്ലേ? അമ്മേനെ എണ്ണി നോക്കിക്കോ വേണമെങ്കിൽ അല്ലേ? ഒരു ലോട്ടറിക്ക് 40 രൂപ എന്ന് പറയുമ്പോ മൊത്തം അതായത് 45 ഇൻറ്റു 40 1800 റുപ്യ വരുന്നത്. 1800. ഇത് ഞാൻ ഫുള്ള് ഇപ്പൊ എടുത്ത അമ്മ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോവോ? ഉറപ്പല്ലേ? സത്യം? എന്നാണ് ഞാൻ ഇപ്പൊ എടുക്കാണ്. അപ്പൊ എന്താ നേരത്തെ വീട്ടിൽ പോണം? കിട്ടട്ടെ. എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അമ്മയെ കാണാൻ വരും. ഓക്കെ. അപ്പൊ ഒരു 3ാമത്തെ മകനാണ് ഞാന്. ഓക്കെ. അപ്പൊ 1,800 ലോട്ടറിക്ക് പറഞ്ഞേ. അപ്പൊ പറഞ്ഞത് അപ്പൊ അതില് 2000 രൂപ ഉണ്ട്. 2000 രൂപ ഉണ്ട്. ഒരു 500 രൂപയുണ്ട്. ഇതുകൊണ്ട് മുറുക്കാൻ വാങ്ങിക്കോളി. ഞാന് ഇവിടെ തന്നെ ചെറുപ്പശ്ശേരി എന്ന് പറയും. അതന്നെ. എനിക്കൊരു അമ്മ ഉണ്ട് വീട്ടില്. അമ്മ ഇങ്ങനെ പണിക്ക് തന്നെയായിരുന്നു. ഇപ്പൊ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കോപ്പൊക്കെ ഇല്ലാണ്ടായപ്പോ അമ്മനെ വീട്ടിലിരുത്തി. കുഴപ്പമില്ല, സുഖമായിട്ട് പോണു. ഞാനിപ്പോ പാലക്കാട് പോയതാണ്, ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അമ്മ നേരത്തെ വീട്ടിക്ക് പോ, കറങ്ങി നടക്കണ്ട. ഓക്കെ എന്നാ ശരി. എന്റെ പേര് സുജിന എന്നാണ്.